ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ആക്ച്വലി കാണിക്കാൻ പോകുന്നത് ഒരു മലയാളം മനോരമ കൊടുത്തിരുന്ന ഒരു ന്യൂസാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സ്നാപ്ചാറ്റിലുമൊക്കെ റിച്ചി ഇതാണ് കൊല്ലംകാരൻ ബിപിൻ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സ്നാപ്ചാറ്റിലുമൊക്കെ റിച്ചി കിച്ചി എന്നൊക്കെയാണ് ഫേക്ക് അക്കൗണ്ടുകൾ. പ്രായപൂർത്തിയാകാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കുക. സ്നാപ്ചാറ്റിലെ ഇൻബോക്സിൽ ഒരുപക്ഷെ ഇവന്റെ മെസ്സേജുകളും ഉണ്ടാവും. ലൈംഗിക വൈകൃതമാണ് കക്ഷിയുടെ പ്രധാന വിനോദം. ഫേക്ക് അക്കൗണ്ടിലൂടെ തന്റെ സ്റ്റൈലും മുടിയും ട്രെൻഡിങ് ടാറ്റുവും എല്ലാം പോസ്റ്റ് ചെയ്ത് പെൺകുട്ടികളെ വലയിൽ കുരുക്കും. കാര്യം കാണുന്നവരെ പ്രണയം അഭിനയിക്കാനും കെയർ വാരിക്കോരി കൊടുക്കാനും മിടുക്കനാണ് ഈ ഫ്രീക്കൻ. സ്നാപ്ചാറ്റ് സൗഹൃദം 15-16 വയസ്സുള്ള പെൺകുട്ടികളുമായുള്ള പ്രണയത്തിന് വഴിമാറുന്നതോടെ മെല്ലെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. പിന്നെയാണ് സെക്സ് ചാറ്റ്. മുഖം കാട്ടാതെയുള്ള തന്റെ നഗ്ന വീഡിയോകളും ശരീരഭാഗങ്ങളും 15-16 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അയക്കും. അവരുടെ വിശ്വാസം പിടിച്ചുപറ്റും. ശേഷം പെൺകുട്ടികളുടെ നഗ്ന വീഡിയോകളും ശരീരഭാഗങ്ങളുടെ ഫോട്ടോകളും തന്ത്രപൂർവ്വം കൈക്കലാക്കും. വീഡിയോ കിട്ടുന്നതോടെ ആളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ മാറും. ആദ്യത്തെ കെയർ പിന്നീട് ഉണ്ടാവില്ല കേട്ടോ. ഫോട്ടോ കൈക്കലാക്കിയ ശേഷമുള്ള അവന്റെ ആവശ്യങ്ങൾ മുതിർന്ന നമുക്ക് പോലും കേട്ടു നിൽക്കുവാനാവില്ല. അത്രയ്ക്ക് ലൈംഗിക വൈകൃതമാണ്. അപ്പോൾ അവൻ നേരിടേണ്ടി വരുന്ന ട്രാപ്പിലായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടികളെ വലിയ ട്രോമയിലേക്ക് തള്ളിവിടുന്ന സൈബർ കുറ്റവാളിയാണ് ഈ യുവാവ്. ഏറ്റവും ഒടുവിൽ സ്നാപ്ചാറ്റിലൂടെ പരിചയപ്പെട്ട 15-കാരിയുടെ നഗ്ന വീഡിയോയാണ് അവൻ കൈക്കലാക്കിയത്. അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവൻ അവളോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയുമോ? സഹോദരനുമായി സെക്സിൽ ഏർപ്പെടുന്ന വീഡിയോയും ഫോട്ടോയും. അത് അയച്ചില്ലെങ്കിൽ ന്യൂഡ് വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണി. ആ കേസിലാണ് ഇവനെ എറണാകുളത്തു നിന്നും പോലീസ് പിടികൂടിയത്. ടാറ്റു ആർട്ടിസ്റ്റായ പ്രതി കോസ്മെറ്റിക് സയൻസിൽ ബിരുദ വിദ്യാർത്ഥിയാണ്. IT സാങ്കേതിക വിദ്യയിൽ എല്ലാ കൃത്രിമ പണികളും അറിവുള്ളയാളാണ് ബിപിൻ. കൃത്രിമ IP അഡ്രസ് ഉണ്ടാക്കിയും AI ഉപയോഗിച്ച് ശബ്ദം, ഫോട്ടോ എന്നിവ മാറ്റിയതും ഇയാളെ തിരിച്ചറിയുവാൻ വലിയ ബുദ്ധിമുട്ടായി. സൈബർ പോലീസിന്റെ സഹായത്തോടെ സമാന കേസുകൾ പരിശോധിച്ച് വളരെ പണിപ്പെട്ടാണ് ഇവനെ കുടുക്കിയത്. ഇവന്റെ നമ്പർ ഒന്നും കിട്ടാത്തതിനാൽ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലായിരുന്നു. പിന്നെ യുവാവിന്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് നിരീക്ഷിച്ചാണ് എറണാകുളത്തുണ്ടെന്ന് മനസ്സിലാക്കിയത്. പാഞ്ഞെത്തിയ പാലക്കാട് കസബ പോലീസ് ഇവനാണെന്ന് കരുതി ആദ്യം മറ്റൊരാളെയാണ് പൊക്കിയത്. പ്രതി അയാളല്ലെന്ന് ബോധ്യമായതോടെ തെളിവ് ശേഖരിച്ച് വിപിനിലേക്ക് എത്തി. 11:30 അവനുള്ള ലൊക്കേഷനിലെത്തിയ അന്വേഷണ സംഘം ക്ഷമയോടെ വാഹനം മാറ്റിയിട്ട് കാത്തിരുന്നു. ഫുഡ് വാങ്ങുവാൻ പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് പിന്നാലെ എത്തി യുവാവിനെ കൈയോടെ പൊക്കിയത്. പിടികൂടുന്ന സമയത്ത് പത്തനംതിട്ടയിലെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അവന്റെ റൂമിലുണ്ടായിരുന്നു. അത് ഗേൾഫ്രണ്ട് ആണെന്നും ലിവിംഗ് ടുഗദർ ആണെന്നുമാണ് അവൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടികളാണ് അവന്റെ വീക്ക്നസ്. പ്രതി ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മലപ്പുറം തേഞ്ഞിപ്പാല സ്റ്റേഷനിൽ കേസുണ്ടെന്നും പോലീസ് പറയുന്നു. കേരളത്തിൽ പലയിടത്തായി നിരവധി പെൺകുട്ടികൾ ബിപിന്റെ വലയിൽ പെട്ടിട്ടുണ്ട്. തന്നെ തിരിച്ചറിയാതിരിക്കുവാൻ സാങ്കേതിക വിദ്യയുടെ എല്ലാ പഴുതും പ്രതി പ്രയോഗിച്ചു. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് ആ യുവാവിനെ കുടുക്കിയത്. ഇപ്പോഴത്തെ കേസിൽ പെൺകുട്ടിയും ഇയാളും ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിരുന്നില്ല. പരിചയമില്ലാത്ത ആൾക്കാരുമായുള്ള സോഷ്യൽ മീഡിയ ചാറ്റ് പലപ്പോഴും വലിയ അപകടത്തിലേക്കാവും പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ടെത്തിക്കുക. സോ സൂക്ഷിക്കുക. ഹായ് ഗായ്സ്, ഇത് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. സംഭവം മനോരമ ന്യൂസ് എന്ന ഈ ന്യൂസ് ഒരു ഹൈലൈറ്റഡ് ആണ്, കുറച്ചുകൂടെ നല്ലതാണ്. ഇത് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ വലിയ മുതിർന്ന ആളുകൾ തിരക്കുകളിലാകുമ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കാനാവണില്ല. പിള്ളേരെ ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ നമുക്ക് പറ്റുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവർ ബിസി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഫോൺ കൊടുക്കും, ഫോണിൽ കളിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളപ്പോ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ്. കാരണം പിള്ളേർക്ക് മാക്സിമം ഫോണ് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. പിന്നീട് ബാക്കി അതിന്റെ ദൂഷ്യങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം, ഇല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ അവർ ബന്ധപ്പെടുന്നത്. ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത്
എന്തും ആവാം കേട്ടോ. വേണമെങ്കിൽ ഡ്രഗ്സ് ആവാം, ഇല്ലെങ്കിൽ ഇതേപോലെ ഗേൾ ഇഷ്യൂ കേസസ് ആവാം, ഫേക്ക് അക്കൗണ്ട്സ്, ഫേക്ക് കേസസ്, എന്താണെങ്കിലും ആവാമല്ലോ. കാരണം ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കാൻ ഈ ലോകത്ത് ഒന്നും ഇല്ലാതായിട്ടില്ല അപ്പോൾ. കാരണം all availabilities are right now here. അതുകൊണ്ട് മാക്സിമം എത്ര തിരക്കുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണം മാക്സിമം. എനിക്കത് അത്ര തന്നെയായിട്ട് പറയാനുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള പിള്ളേരുകളൊക്കെ ആയാലും ഫോണിൽ ഞാൻ കളിപ്പിക്കാറില്ല. അവർക്ക് അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ പ്ലേ സ്റ്റേഷൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. റൂമിൽ അതിനുവേണ്ടി ടിവിയും സെറ്റ് ചെയ്ത് അവർ വരുമ്പോൾ അത് കളിച്ചോ എന്ന് തന്നെയായിട്ടായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഫോൺ ഉപയോഗങ്ങളിലൂടെ ഒരുപാട് തെറ്റുകൾ അറിയാൻ പറ്റും. എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലുള്ള വീഡിയോസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. ബി അപ്ഡേറ്റഡ് ഫോർ എവറിത്തിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ മണി ഓൺ ആക്കിയിടാം. കാരണം ഗുഡ് അപ്ഡേഷൻസ് മാത്രമേ എനിക്ക് ഇതിലെല്ലാത്തിലൂടെയും പറയാനുള്ളൂ. അതും സ്ഥിരമായിട്ട് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലായിട്ടായിരിക്കില്ല. എൻ്റെ മൈൻഡിൽ തോന്നുന്ന നല്ല നല്ല കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്ന് അപ്ലോഡ് ആവാം യൂട്യൂബ് ചാനലിൽ. ഓക്കെ, താങ്ക് യു. ആൻഡ് ആക്ച്വലി പറഞ്ഞ് വിശ്വാസമായില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ടി വി, പ്ലേ സ്റ്റേഷൻ ഇതൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചേക്കണത്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഫോൺ ഉപയോഗങ്ങളിലൂടെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കാരണം അവരുടെ കണ്ണിന് പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ യൂട്യൂബ് എന്നൊക്കെ പറയണതിൽ അവൈലബിലിറ്റി ആവില്ലാത്ത ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ബാഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യണതുകൊണ്ട്, മര്യാദ ഇല്ലാതെ യൂസ് ചെയ്യണത്, എന്ത് കണ്ടും വളരുന്നത് അവർ അതിലൂടെയാണ്. കാരണം അതെല്ലാം കണ്ടാണ് വളരുന്നത്. ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി കണ്ട് വളർന്നാൽ വലുതാകുമ്പോൾ അതേപോലൊരു അനുഭവം അവനിക്ക് അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാകുമ്പോൾ അതുപോലെ എന്തുകൊണ്ട് അതേപോലെ ആയിക്കൂടാ, പ്രതികരിച്ചുകൂടാ എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് വീഡിയോ ഉണ്ട്, അത് ഓക്കെ, അതവൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അവൻ ഡയറക്റ്റ്ലി അവൻ്റെ കണ്ണോടെ കണ്ട സാധനമുള്ള. അപ്പോൾ അവനിക്ക് അതേപോലെ ഒരു അനുഭവം പിന്നീട് ഉണ്ടാകുമ്പോൾ, ജസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ, അനുഭവം ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് അവനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്തുകൂടാ എന്നായിരിക്കും അവൻ്റെ മൈൻഡിൽ തോന്നണതും പറയണതും. സോറി, അപ്പോൾ അത് നേരത്തെ പറയാൻ വിട്ടത് കൊണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ആൻഡ് ബി അപ്ഡേറ്റ് ആവാനായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയില്ല. കാരണം ഞാൻ ആരെയും ഒരുപാട് നിർബന്ധിക്കില്ല കേട്ടോ. ഓൾവേസ് ബി അപ്ഡേറ്റഡ്. താങ്ക് യു.